പോകുന്നു. സ്നേഹമറിയ ശ്രുതിയിലൂടെ പാട്ട് മൂളുന്നു. ഉയിരിനുള്ളിലൊരുണർവ് തരണേ യേശുനാഥ. നിന്നിലേക്ക് തിരിച്ചു വരുവാൻ തോന്നണേ നാഥ. പാപവഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു. അപ്പമായും അരിയവീൻ തുള്ളിയായും സമർപ്പണത്തിൻ സ്നേഹരാത്രികൾ ധന്യമാക്കി നീ. അപ്പമായും അരിയവീൻ തുള്ളിയായും സമർപ്പണത്തിൻ സ്നേഹരാത്രികൾ ധന്യമാക്കി നീ. കർത്തൃമേശയിൽ ഒറ്റുകാരൻ മാത്രമാകുന്നു. കർത്തൃമേശയിൽ ഒറ്റുകാരൻ മാത്രമാകുന്നു. പാപവഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു. രാവിരുളിൽ കാട്ടിലലയെ കാൽകൾ നീറി എൻ കൺകൾ രണ്ടും കണ്ണുനീരാൽ കടല് പോലായി. രാവിരുളിൽ കാട്ടിലലയെ കാൽകൾ നീറി എൻ കൺകൾ രണ്ടും കണ്ണുനീരാൽ കടല് പോലായി. എളിമയോടെൻ വിളികൾ കേൾക്കാൻ കനിവ് തോന്നണേ. എളിമയോടെൻ വിളികൾ കേൾക്കാൻ കനിവ് തോന്നണേ. പാപവഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു. സ്നേഹമറിയ ശ്രുതിയിലൂടെ പാട്ട് മൂളുന്നു. ഉയിരിനുള്ളിലൊരുണർവ് തരണേ യേശുനാഥ. നിന്നിലേക്ക് തിരിച്ചു വരുവാൻ തോന്നണേ നാഥ. പാപവഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു.
ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. ആശ്രയിക്കുകയും ചെയ്യുന്നു. ദാസനെ ആശ്വസിപ്പിക്കുകയാണ്. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ലവരത്തു വലം ഭാഗേ. ആരാധിച്ചു വണങ്ങുന്നു, ഞങ്ങൾക്കുത്ഥാനം രക്ഷയുയരും നൽകുന്നു. ആകാശഭൂമിയിലേതാകുന്നു, ആകാശഭൂമി ഭൂതലവും പാവകമല്ലോ. കർത്താവേ, ജീവിക്കുന്നവർ ഭയന്നി നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, പ്രതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോഭിതവും ദിവ്യ ശരീരവും അതിവോടെ കൊണ്ടവരാം സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുരിൽ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേക്കുവാമേ തെളിവായി എന്നോട് നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി എന്ന് വിധിക്കല്ലേ. ഞങ്ങളെ അനുഗമിക്കുകയും കഥയാക്കിയും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ, ജഡികാശകളും പോളകൾ പോൽ എല്ലാമെല്ലാം മഞ്ഞടിയുന്നു. ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു.
ഇന്നലെയുള്ളോ ഇന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലതാനും കബരിടമല്ലേ സ്ഥിരമല്ലോ കുവലവും അതിലെ ചെടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഞാൻ കണ്ടൊരു ദിനമൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. സ്ഥിരമല്ലോ കുവലവും അതിലെ ചെടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവെന്ന് എന്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഖലകളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കുകയാണ്. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുനിർത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജനത്താൽ ഈ ആത്മാവിന്റെ കടങ്ങൾ കഴുകുകയും ശുദ്ധീകരിക്കുകയാണ്. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യശാസ്ത്രങ്ങളുടെ ആത്മാക്കളുടെ പ്രാർത്ഥനകളാൽ മോഷ്ടിച്ചുണ്ടാകട്ടെ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. നിന്നാ
നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. നിൻ നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. വ്യഥ നിറയും മനസ്സോടെ നിൻ മുന്നിൽ നിൽക്കുന്നു യേശുനാഥ. വ്യഥ നിറയും മനസ്സോടെ നിൻ മുന്നിൽ നിൽക്കുന്നു യേശുനാഥ. അറിയാതെ ചെയ്തതാം അപരാധമൊക്കെയും അലിവോടെ മറന്നു നീ അനുഗ്രഹിക്കൂ. അറിയാതെ ചെയ്തതാം അപരാധമൊക്കെയും അലിവോടെ മറന്നു നീ അനുഗ്രഹിക്കൂ. അലിവോടെ മറന്നു നീ അനുഗ്രഹിക്കൂ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. നിൻ നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. പാപികൾക്കെന്നും ആശ്രയമാകും പാവന സ്നേഹം അറിഞ്ഞിടുന്നു. പാപികൾക്കെന്നും ആശ്രയമാകും പാവന സ്നേഹം അറിഞ്ഞിടുന്നു. സ്നേഹത്തിൻ തീജ്വാലയായെന്നുമുള്ളിൽ പാവനാത്മാവേ നിറഞ്ഞിടണേ. സ്നേഹത്തിൻ തീജ്വാലയായെന്നുമുള്ളിൽ പാവനാത്മാവേ നിറഞ്ഞിടണേ. പാവനാത്മാവേ നിറഞ്ഞിടണേ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. നിൻ നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. നിൻ നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. അനുതാപത്തിൻ കണ്ണീരാ
കഴുകാം ഞാൻ. കൂട്ടം പിരിഞ്ഞു നീങ്ങിടുന്നൊരു കുഞ്ഞാടിനെ പോലൻ ജീവിതം മുള്ളിനിടയിൽ വീണു പിടഞ്ഞു വിങ്ങിക്കരഞ്ഞു ഞാൻ. ആ നേരം നിന്നുടെ തോളിൽ ചേർക്കാൻ നല്ലിടയാ നീ തേടി വന്നു. അനുതാപത്തിൻ കണ്ണീരാൽ പാദങ്ങൾ കഴുകാം ഞാൻ. അങ്ങേ പാദങ്ങൾ കഴുകാം ഞാൻ. നിറവോടെ എന്നിൽ സ്നേഹം പകരാൻ നീറുന്ന മുറിവിൽ നീ തഴുകി. ആശ്വാസത്തിൻ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ നീ എഴുതി. അലിവോടെ നീ എൻ്റെ മിഴിനീർ തുടച്ചു. ആലയിലേക്കെന്നെ ചേർത്തണച്ചു. അനുതാപത്തിൻ കണ്ണീരാൽ പാദങ്ങൾ കഴുകാം ഞാൻ. അങ്ങേ പാദങ്ങൾ കഴുകാം ഞാൻ. അനന്തമാം കാരുണ്യമേകും പാലകനേശുവേ, നിൻ പാദങ്ങൾ കഴുകാം ഞാൻ. കഴുകിയിടുക എന്നെ നീ തങ്കത്തിരുചോരയാ. കഴുകിയിടുക എന്നെ നീ തങ്കത്തിരുചോരയാ. ക്രൂശിലെ രക്തമെൻ പാപത്തെ പോക്കി വിശുദ്ധീകരിക്കുന്നതാ. കഴുകിയിടുക എന്നെ നീ തങ്കത്തിരുചോരയാ.
ചുവപ്പേറിയ പാപങ്ങൾ ഹിമം പോലെ വെളുത്തിടുമേ. എൻ കടും ചുവപ്പേറിയ പാപങ്ങൾ ഹിമം പോലെ വെളുത്തിടുമേ. പാപം പോക്കാൻ രക്ഷ നൽകാൻ കാൽവരി ക്രൂശല്ലാതൊന്നുമില്ല. പാപം പോക്കാൻ രക്ഷ നൽകാൻ കാൽവരി ക്രൂശല്ലാതൊന്നുമില്ല. കഴുകിയിടുക എന്നെ നീ തങ്കത്തിരുചോരയാ. ജീവപുസ്തകത്തിൽ പേരെഴുതാൻ നിത്യരാജ്യത്തിലായിടുവാൻ. ജീവപുസ്തകത്തിൽ പേരെഴുതാൻ നിത്യരാജ്യത്തിലായിടുവാൻ. തന്നെത്താൻ താഴ്ത്തി ക്രൂശിൻ ചുവട്ടിൽ നീ ഇന്നു തന്നെ വന്നിടുക. തന്നെത്താൻ താഴ്ത്തി ക്രൂശിൻ ചുവട്ടിൽ നീ ഇന്നു തന്നെ വന്നിടുക. കഴുകിയിടുക എന്നെ നീ തങ്കത്തിരുചോരയാ. കഴുകിയിടുക എന്നെ നീ തങ്കത്തിരുചോരയാ. ക്രൂശിലെ രക്തമെൻ പാപത്തെ പോക്കി വിശുദ്ധീകരിക്കുന്നതാ. കഴുകിയിടുക എന്നെ നീ തങ്കത്തിരുചോരയാ. വഴിയേതെന്നറിഞ്ഞീല, വഴിയേതെന്നറിഞ്ഞീല, അഴൽ മൂടുന്നോരൻ ഹൃദയത്തിൽ വന്നെൻ വഴി കാട്ടേണമേ നാഥ. പറയാനുണ്ടേറെയുള്ളിൽ, നിറയാനുണ്ടേറെ നെഞ്ചിൽ, മിശിഹായി നിന്നെ അറിയാനായി മുന്നിൽ അണയുന്നു നിത്യം നാഥ. യേശുവേ നിൻ നാമം ഞാൻ വാഴ്ത്തിടാമൾത്താരയിൽ, ആർദ്രത വഴിയുമീ സ്നിഗ്ധമനസ്സുമായി നാഥന്റെ നൈർമല്യത്തിൽ എന്നെ
കാഴ്ചവയ്ക്കാം. കുരിശിന്റെ ഭാരം പേറി അറിവിന്റെ ദൂരം താണ്ടി അകതാരിൽ മെഴുതിരികൾ നീട്ടി ഇന്നരികെ വന്നിതാനാഥ. ദയയായി നീ എന്നിൽ വന്നു, ക്ഷമയായി നീ എന്നിൽ ചേർന്നു. നമ്മിൽ നിന്നും വേർപെട്ടുപോയ ആരുടെയും ചേട്ടൻ്റെ സംസ്കാര ശുശ്രൂഷ വീട്ടിലെ കർമ്മങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കർശനമായ നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തുടങ്ങുന്നത്. കേരളത്തിൻ്റെ ലോകത്തിൻ്റെ പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള ഗവൺമെൻറ് നിർദ്ദേശങ്ങളോട് നമ്മൾ സഹകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതിനോട് പ്രത്യേകമായിട്ട് സഹകരിക്കുക. നമുക്കറിയാം, പ്രത്യേകമായിട്ട് കുറ്റേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 74 വർഷക്കാലത്തെ ഈ ലോക ജീവിതത്തിനു ശേഷം ഇന്ന് നമ്മിൽ നിന്ന് യാത്രയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ഭാര്യ അച്ചുകുട്ടി ജീവിതം, മക്കളായ സിബി, സിൽവി, സിജിമോൻ, മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുമിത്രാദികളേവർക്കും കരികുന്നം സെന്റ് അഗസ്റ്റിൻസ് ഇടവകകളുടെ പേരിലുള്ള അനുശോചനം സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ചേട്ടൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ കുടുംബത്തിന് ദൈവത്തിൻ്റെ പ്രത്യേകമായ സമാശ്വാസം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ചേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ശാന്തതയോടും സ്നേഹത്തോടും കൂടെ എല്ലാവരോടും പെരുമാറിയിരുന്ന വലിയൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പലപ്പോഴും മറ്റുള്ളവരോട് വളരെ ശാന്തതയോടുകൂടെ വഴിയിൽ വെച്ച് കാണുന്ന എല്ലാവരോടും കാര്യങ്ങൾ തിരക്കി കുശലാന്വേഷണങ്ങൾ നടത്തി സ്നേഹത്തോടുകൂടെ പെരുമാറാൻ ഈ നല്ല പിതാവ് ശ്രമിച്ചിരുന്നു എന്നത് മധുരിക്കുന്ന ഓർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹം മധുരം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം മധുരം ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ ആയിരുന്നു മധുരിക്കുന്ന പ്രവൃത്തികളാണ് ചേട്ടൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെടുക്കുവാനും ഓർമ്മിക്കുവാനും പറ്റുന്നത്. ധാരാളം മധുരിക്കുന്ന ഓർമ്മകൾ ഈ കുടുംബത്തിൽ ഈ അയൽവക്കക്കാർക്കും നാട്ടുകാർക്കും നൽകിയിട്ടാണ് ചേട്ടൻ നമ്മിൽ നിന്ന് യാത്രയാകുക. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ്, 14-ാം വാർഡിലെ ഭവന സന്ദർശനം കഴിഞ്ഞ് പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് എന്നെയും കൊച്ചനെ ഈ ഭവനത്തിൽ വിളിച്ചു കയറ്റി വെള്ളം തന്ന് ഞങ്ങളെ സ്വീകരിച്ച് യാത്രയാക്കിയ കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുകയാണ്. ഇതുപോലെയുള്ള ധാരാളം മധുരിക്കുന്ന ഓർമ്മകൾ ഈ നാട്ടുകാർക്കും ഈ അയൽവക്കത്തുള്ളവർക്കും നൽകിയിട്ടാണ് ചേട്ടൻ യാത്രയാകുക. തൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് ഈ പിതാവ് ഈ ഭവനത്തിൽ നിന്ന് ഇന്ന് യാത്രയാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഇദ്ദേഹത്തെ ദൈവം ധാരാളം കൃപകൾ നൽകി ദൈവത്തോട് കൂടെ ഇരിക്കാനുള്ള അവസരം നൽകും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. നവംബർ മാസമാണ് അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ചു. അന്ന് മക്കളൊക്കെ വന്ന് വളരെ സ്നേഹത്തോടു കൂടി ആഘോഷത്തിൽ പങ്കെടുത്ത കാര്യം ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിശ്വസ്തത, ദൈവത്തോടും കുടുംബത്തോടും ജീവിത പങ്കാളിയോടും മക്കളോടുമുള്ള വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ 50 വർഷക്കാലം വിവാഹ ജീവിതം ആഘോഷിക്കുവാൻ ജീവിക്കുവാൻ ഇദ്ദേഹത്തിന് ദൈവം അനുവാദം നൽകിയത്. തീർച്ചയായിട്ടും അതൊക്കെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ വന്നുപോയിട്ടുള്ള പാപങ്ങൾക്കെല്ലാം പൊറുതി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ സിബി വിജി സൗത്ത് ആഫ്രിക്കയിലാണ്. ഈ പ്രത്യേകമായ സാഹചര്യത്തിലൂടെ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ആത്മീയമായി നമ്മോട് കൂടെയുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനകൾ ഈ പിതാവിന് സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള വലിയ വഴിയായിട്ട് മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നും പള്ളിയിൽ വന്ന് സാധിക്കുന്ന ആരോഗ്യപരമായ കാരണങ്ങളാണ് ആരോഗ്യം അനുവദിക്കുന്ന അത്രയും ദിവസം പള്ളിയിൽ വന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഈ പിതാവ് കാണിച്ച വലിയ ഒരു മാതൃക തീർച്ചയായിട്ടും ഇന്നത്തെ
യുവജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഒക്കെ അനുകരണീയമായ കാര്യങ്ങളെയും നമുക്ക് വളരെ വിശ്വസ്തയോടുകൂടെ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവ സന്നിധിയിലേക്ക് യാത്രയാകുന്ന ഈ നല്ല പിതാവിനെ യാത്രയാക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ ഈ വഴിയിൽ ധാരാളം മതക്കൂട്ടാകട്ടെ സ്വർഗരാജ്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അനുദപിക്കുന്ന പാപങ്ങളുടെ സങ്കേതമായ ദൈവം ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീർണെ ആശീർവദിക്കണം. ഈ ജലത്താക്കനെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മനുഷ്യജീവിതം പുറപ്പെടുക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് തന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദിവ്യദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സുദീർഘനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയിപ്പേരും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ,
നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുമാമേ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെയും തരണമേ. നല്ലവരത്തു വലമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരി, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരി, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകിയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദപൂർവ്വത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായി രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴിയെ മനുഷ്യവർഗത്തിന് പ്രദേശവും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്ഞിയെ വാസമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരിയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും രണ്ട് കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ പ്രീതത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരണം വരുമൊരു നാളുകമത്യാന്തി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളൊക്കുകമത്യാന്തി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും
സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിയും ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സദരമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ വ്യക്തിത്വ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിൻ നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. വ്യഥ നിറയും മനസ്സോടെ നിൻ മുന്നിൽ നിൽക്കുന്നു യേശുനാഥ.
അറിയാതെ ചെയ്തതാം അപരാധമൊക്കെയും അലിവോടെ മറന്നു നീ അനുഗ്രഹിക്കൂ. അലിവോടെ മറന്നു നീ അനുഗ്രഹിക്കൂ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിൻ നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. പാപികൾക്കെന്നും ആശ്രയമാകും പാവന സ്നേഹം അറിഞ്ഞിടുന്നു. സ്നേഹത്തിൻ തീജ്വാലയായെന്നുമുള്ളിൽ പാവനാത്മാവേ നിറഞ്ഞിടണേ, പാവനാത്മാവേ നിറഞ്ഞിടണേ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിൻ നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. അവരോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജീവനും അതുപോലെ ശരണവുമരുളീക. കർത്താവിനെ ഞാൻ നിരന്തരം പ്രയത്നിക്കും. ഹൃദയാത്തന്റെ ഹൃദയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥാ, നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃഗരുഹൻ എഴുന്നേൽക്കും. അവന്റെ നാമെന്നും ധന്യമാകുന്നു. ഹൃദയമോ നാഥനയക്കുന്നു. ദുഷ്ടനുമിളയെ ശിഷ്ടനും ഒരുപോലെ. നീതിമാന്മാർ തന്റെ കാലത്ത് പ്രകാശമൊലിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവനവക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബരുടെ മൊഴിചിഹ്നം. അതിലുള്ളവരോ നാഥന് പുകഴ്പാടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താരരുമേവം സുതരും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. സത്യവിശ്വാസത്തോടുകൂടി ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാൾ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുന്നു. തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാ അവരോടുകൂടെ ഇയാളെ തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ.
പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, നിന്നോട് ഞാൻ യാത്ര പറയുന്നു. ബാബോദിസാവണി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസങ്ങളുടെ ആത്മാവിൽ കൃപാപം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത സ്വർഗ്ഗത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകളത്തുന്നത് ദൈവത്തിന്റെ ദയാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്ത് വലപ്പാകേ ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ പ്രതലായുസ്സും. അവരെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിശോഭിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരായി സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പാപിനിക്ക് പ്രതി കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കുകയാണ്. മലാഖമാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമേഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമടുകൾ അറവിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദി മുതൽ
ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉറപ്പിച്ച കർത്താവ്, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ഒരു കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാരം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സർവ്വത്തിന്റെയും നാഥനുമായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും അഭിനയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർവിട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും നിയമത സംസ്കാരത്തിൽ സംബന്ധിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗമിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപാനിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മനസലിയണമേ അപ്പാ, മനസലിയണമേ അപ്പാ, മനസലിയണമേ അപ്പാ, മനസലിയണമേ. പാപത്തിൻ ഭാരവുമായി ജീവിത ഭാരവുമായി, പാപത്തിൻ ഭാരവുമായി ജീവിത ഭാരവുമായി അടിയനിതാ തൃപ്പാതെ വന്നിടുന്നു. അപ്പാ, മനസലിയണമേ അപ്പാ, മനസലിയണമേ. യഹോവയിലർപ്പിക്ക ആശ്വാസത്തിൻ കരങ്ങളിലേക്ക്. നിന്റെ ഭാരം യഹോവയിലർപ്പിക്ക ആശ്വാസത്തിൻ കരങ്ങളിലേക്ക്. എന്നോദിയ പ്രിയന്റെ പാദത്തിങ്കൽ ഞാനിതാ സദയം സമർപ്പിക്കുന്നു. എന്നോദിയ പ്രിയന്റെ പാദത്തിങ്കൽ ഞാനിതാ സദയം സമർപ്പിക്കുന്നു. അപ്പാ, മനസലിയണമേ അപ്പാ, മനസലിയണമേ. വല്ലഭന യേശുനാഥൻ കണ്ണീരിങ്കൽ മനസലിയുന്നു. വല്ലഭനാമേശുനാഥൻ
കണ്ണീരിങ്കൽ മനസ്സലിയുന്നു നിന്നോടു കൂടെയുണ്ടെന്നോതിയവൻ നിൻ